ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് നമ്മുടെ റെസിപ്രോക്കൽസ് വിപരീത ഭിന്നങ്ങൾ എന്ന പാഠത്തിലെ ലാസ്റ്റ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പേജ് നമ്പർ 68 കുറച്ച് കണക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ കണക്കും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ പാഠം കറക്റ്റായി. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നെ ഇത് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ കറക്റ്റ് നിങ്ങൾക്കെല്ലാം അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ മറ്റുള്ള കുട്ടികളോടും പറയേണ്ടത് 6ാം ക്ലാസ്സിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുകയാണെങ്കിൽ ടീച്ചർക്ക് ഒരു സന്തോഷമാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ഭാഗം കൂടെ എടുത്തിട്ട് തുടങ്ങാം. അതായത് വിപരീത ഗുണനം, റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. നമുക്കറിയാം 5ൻ്റെ റെസിപ്രോക്കൽ വിപരീതം എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 5 നോക്കാം. 5ൻ്റെ വിപരീതം എന്താണെന്ന് പറയാ? അതായത് വ്യുൽക്രമം എന്താണ് വരിക? 5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇത് കൽബിനുള്ളിൽ നിങ്ങൾ എഴുതി വെക്കുക 5/1. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിപരീത ഗുണനം, വിപരീത സംഖ്യ, അതായത് വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ് വരിക? 1/5 വരിക. ഇനി ഇവിടെ നോക്കൂ, 5ഉം 1/5 കൂടി അങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 5 ഗുണിക്കുമ്പോൾ 1 എത്രയാണ്? 5/5. 5/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അംശവും ഛേദവും തുല്യമായാൽ അതിൻ്റെ വില എന്താണ് വരിക? 1 വരിക. നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും വേറൊരു സംഖ്യ നോക്കാമെന്ന്. ശരി, നമുക്ക് നോക്കാം. 2/3. ഇത് സംഖ്യ 2/3 ആണ്. അപ്പൊ ഇതിന്റെ വിപരീത ഭിന്നം ഏതാണ് വരുന്നത്? റെസിപ്രോക്കൽ. അതായത് ഇവിടെയുള്ള ഛേദം ഇവിടെ അംശത്തിലേക്ക് വരുന്നു, അംശം ഛേദമായിട്ടും വരുന്നു. അതായത് തല തിരിച്ചിടുക നിങ്ങളുടെ ഭാഷയിലെ അല്ലേ, വ്യുൽക്രമം. ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മൂന്നും ഇരട്ട കുട്ടികളാണ്, വെട്ടിപ്പോകും. ഈ രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ പറയും ടീച്ചറെ ഒന്നുമില്ല. ഇവിടെ നോക്കുക, 3 കൊണ്ട് 3നെ വെട്ടുമ്പോൾ ഇവിടെ 1, ഇവിടെ 1. 2 കൊണ്ട് 2നെ വെട്ടുമ്പോൾ 1, ഇവിടെ 1 വരിക. അപ്പം എന്താ വരിക? 1 വരുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു സംഖ്യ നോക്കാം. 7/10. 7/10ൻ്റെ വ്യുൽക്രമം എന്താ വരിക? 10/7. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. രണ്ടും കൂടെ ഗുണിച്ചാൽ 70/70 ആണ് വരുന്നത്. അപ്പം നമുക്ക് എന്താണ് കിട്ടുക? 1. വേറെ ഒന്നും കൂടെ നോക്കാം. 1/8. 1/8ൻ്റെ വ്യുൽക്രമം എന്താ വരിക? 8. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 8/1 അല്ലേ? പക്ഷേ /1ൻ്റെ ആവശ്യമില്ല, കൽബിനുള്ളിൽ മതി അത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാ വരിക? ഈ 8 വെട്ടിപ്പോകും. അല്ലെങ്കിൽ 8/8 = 1. ഓക്കെ, അതായത് ഒരു സംഖ്യയും അതിൻ്റെ വിപരീത ഭിന്നവും ഗുണിച്ചാൽ എന്താണ് കിട്ടുക? 1 കിട്ടുക. എ നമ്പർ വെൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് റെസിപ്രോക്കൽ ഗീവ്സ് 1. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിൽ 1 എഴുതി ചുറ്റും വരച്ച് കളറൊക്കെ ചെയ്തിട്ടുള്ള. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞ് തുടങ്ങാം. 8 പേനയ്ക്ക് 40 രൂപയാണ് വിലയെങ്കിൽ ഒരു പേനയുടെ വില എത്ര? 8 പേനയ്ക്ക് 40 രൂപ. നോക്കൂ, 8 എണ്ണത്തിനാണ് 40 രൂപ. ഒരു പേനയുടെ വിലയാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാർ പറയുന്നുണ്ട്, ഇതാണോ ടീച്ചറെ? വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. 40നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 40 ഹരിക്കണം 8, അതായത് 40/8 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 40 ഗുണിക്കണം 8ൽ 1. 40നെ 8 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചതിൽ ഒരു ഭാഗം 40 ഗുണിക്കണം 8ൽ 1. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 40നെ 8 കൊണ്ട് ഹരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? 8ൽ 1 അതിൻ്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
ഏതാണെങ്കിലും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. 25 ബുക്കിന് 625 രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിന്റെ വില കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 625/25 ആണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ? 625 ഗുണിക്കണം 25 നോക്കൂ, 25ന്റെ വ്യുൽക്രമമാണ് 1/25. അപ്പൊ വിപരീത ഭിന്നം കൊണ്ട് ഗുണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചിലരെങ്കിലും പറയുന്നുണ്ടാവും അവിടെ ഇരുന്നിട്ട്, ടീച്ചറെ ഇതിന്റെ ഉത്തരം കണ്ടെത്തിയില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, 40നെ 8 കൂട്ടങ്ങളാക്കിയതിൽ ഒരു കൂട്ടം അല്ലെ, അതായത് 40നെ 8 കൊണ്ട് ഹരിച്ചാൽ എന്താണ് കിട്ടുന്നത്? 5 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ നമുക്കറിയാം 625നെ അതിനെ 25 കൂട്ടങ്ങളാക്കിയതിൽ അല്ലെങ്കിൽ തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 25 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു ബുക്കിന്റെ പ്രൈസ് ഓഫ് എ ബുക്ക് 25 rupees. പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ്? 5 rupees. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ ഒന്ന് എഴുതി വെക്കാം. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം അതിൻ്റെ വിപരീത ഭിന്നം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് വിപരീത ഭിന്നം കൊണ്ടുള്ള ഗുണനമാണ് എന്ത്? ഹരണം എന്ന് പറയുന്നത്. To divide a number with another number, multiply with its reciprocal. That is, multiplication with the reciprocal is equal to division. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും മലയാളം പറയുന്നത് കൊണ്ട് അവർക്കും പെട്ടെന്ന് മനസ്സിലാകേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, a 16 meters long rod is cut into pieces of length 2/3 meter, 2/3. Okay, how many such pieces will be there? അതേപോലെ അതിൻ്റെ മലയാളം കൂടി ഒന്ന് നോക്കാം. 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങളുണ്ട്? അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെപ്പൊക്കെ ഒന്ന് എഴുതാം. കമ്പിയുടെ നീളം, ലെങ്ത് ഓഫ് റോഡ് എത്രയാ വരുന്നത്? 16 മീറ്റർ ആണ് വരുന്നത്. നിങ്ങളത് എഴുതി വെച്ചോ. ഇംഗ്ലീഷ് മീഡിയം ഉള്ള കുട്ടികളും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സ്റ്റെപ്പ് എഴുതിയത്. ഓക്കെ, അടുത്തത് ഒരു കഷ്ണത്തിന്റെ നീളം അവിടെ തന്നിട്ടുണ്ട് 2/3, അതായത് 2 മീറ്റർ ആണ് ഒരു കഷ്ണത്തിന്റെ നീളം. 2 മീറ്റർ. ഇനി കഷ്ണങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് പീസസ്, എത്ര കഷ്ണങ്ങളുണ്ട്? ആകെ കമ്പിയുടെ നീളം 16 മീറ്റർ ആണ്. പിന്നെ ഒരു കഷ്ണത്തിന്റെ നീളം 2/3 അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കഷ്ണങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടും? എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, കുറേ തന്നിട്ടുണ്ട് അല്ലേ? കമ്പിയുടെ നീളം കുറേയാണ്, അതിൽ ചെറിയൊരു ഭാഗവും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പീസസ് കാണാൻ വേണ്ടിയിട്ട്, കഷ്ണങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് 16നെ 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. 16 ഹരിക്കണം 2. അപ്പോഴാണ് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? 2ൽ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഏതാണോ ഹരിക്കേണ്ട സംഖ്യ, ഇവിടെ 2/3 ആണ്, അതുകൊണ്ടാണ് ഹരിക്കേണ്ടത്. 16നെ 2 കൊണ്ട് ഹരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 16 ഗുണിക്കണം 2ൽ 3. ക്രിയ അവിടെ മാറി, ഹരണം ഗുണനമായിട്ട് മാറി. അപ്പം അതിൻ്റെ നേരെ വ്യുൽക്രമം വന്നു. അപ്പം നമുക്ക് നോക്കാം. 16 ഗുണിക്കണം 3/2. ഇത് നമുക്ക് ക്രിയാകോളത്തിലേക്ക് നിങ്ങൾ എഴുതി ചെയ്താൽ മതി. ഞാനിവിടെ ബോർഡിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ അപ്പം അതിൻ്റെ അടിയിൽ തന്നെ ചെയ്യാട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, 16നെ 2 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണ്. 16ന്റെ പകുതി എഴുതിയാൽ മതി. 2 8 16 വരുന്നത്. ഇനി ബാക്കിയുള്ളത് എന്താണ്? 8 ഗുണിക്കണം 3 സമം 24 പീസസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും കൂടെ നിങ്ങൾ അത് ഞാൻ എഴുതി വെക്കാം. 16 ഹരിക്കണം 3ൽ 2 16 ഗുണിക്കണം, ഇത് നേരെ തിരിഞ്ഞു വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? 3/2.
അപ്പൊ 16 ഗുണിക്കണം 3/2. ഞാൻ ഇവിടെ ഇതേപോലെ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തത്. അതിന് കാരണമുണ്ട്. നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 16 3 കൂടെ ഗുണിച്ചിട്ട് അതിന്റെ പകുതി കണ്ടാൽ മതി. അതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. 48/2 സമയം എന്താണ്, അത് കാണാൻ വേണ്ടി 48ന്റെ പകുതി കണ്ടാൽ മതി. 24 പീസസ് ആണ് വരിക, കഷ്ണങ്ങളാണ് വരിക. ഓക്കെ ആയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആൻസർ കിട്ടിയത് അതിൻ്റെ അടിയിൽ നിങ്ങളൊന്ന് വരച്ചൊക്കെ ഇടുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ 5¼ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ? അതായത് 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികളാണ് വേണ്ടത്? ഈസിയാണ്, നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് നോക്കാം. ആകെയുള്ള വെള്ളം, ടോട്ടൽ വാട്ടർ എത്രയാണ്? 5.25 ലിറ്റർ ആണ്. ഈ 5.25 കാണുമ്പോൾ നമുക്കറിയാം അതിൽ പൂർണ്ണസംഖ്യയുണ്ട്, ഭിന്നസംഖ്യയുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ചേഞ്ച് ദ ഫ്രാക്ഷൻ, ഭിന്നം ഒന്ന് മാറ്റാം. 5 4 20 1 21/4. നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ രീതിയിൽ മാറ്റിയിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ക്വാർട്ടർ ഹാഫൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ അതല്ലാതെ ഒരു കണക്ക് വരികയാണെങ്കിൽ മിശ്രഭിന്നം എവിടെ കണ്ടോ കുപ്പായം മാറ്റുക, കുപ്പായം മാറ്റിയിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. ഓക്കെ, ഇനി ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളം, ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എ ബോട്ടിൽ എത്രയാണ്? 3/4 ലിറ്റർ അല്ലേ? 3/4 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കുപ്പികളുടെ എണ്ണം, നമ്പർ ഓഫ് ബോട്ടിൽസ് ആർ നീഡഡ്. എത്ര കുപ്പി വേണം? ഉടൻ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആകെ ഉള്ള വെള്ളം എത്രയാണോ അതിനെ 3/4 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്കൊന്ന് നോക്കാം. 5.25 ഇനി എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ എഴുതിയത് ഭിന്നം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 21/4 ഹരിക്കണം 3/4. ഉടൻ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇത്രയും ഭാഗം 21/4 ഗുണിക്കണം, എന്നിട്ട് നേരെ അങ്ങോട്ട് തിരിഞ്ഞു വരും അല്ലേ? അതായത് എന്താണ്, 4/3 സമം 21 ഗുണിക്കണം 4/4 ഗുണിക്കണം 3. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇരട്ട കുട്ടികളുണ്ട് അല്ലേ? അതങ്ങ് വെട്ടിക്കളയാം, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും. 1 ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത് 21 3 കിടക്കുന്നുണ്ട്. 3ന്റെ ജ്യേഷ്ഠനാണ്, മൂത്താപ്പയാണ് 21. അപ്പോൾ നമുക്കറിയാം 3 21 കണ്ടു കഴിഞ്ഞാൽ 3 7 21. അതായത് 3 പ്രാവശ്യം 7 കൂട്ടിയാൽ മതി ഇല്ലേ? 7 7 14 7 21. അപ്പം 3 7 21. അതുകൊണ്ട് 3നെ 3 കൊണ്ട് വെട്ടുമ്പോൾ 1, 21നെ വെട്ടുമ്പോൾ 7. അപ്പം എത്രയാണ് വരിക? 7. അപ്പം നമ്പർ ഓഫ് ബോട്ടിൽസ് ആർ നീഡഡ്, കുപ്പികളുടെ എണ്ണം എന്ന് പറയുന്നത് 7 കുപ്പികൾ അല്ലെങ്കിൽ 7 ബോട്ടിൽസ് എന്ന് നിങ്ങൾ എഴുതിക്കോളുക. ഓക്കെ ആയല്ലോ? ഇംഗ്ലീഷ് വേണ്ടവർ ഇംഗ്ലീഷ് എഴുതിക്കോളൂ, മലയാളം വേണ്ടവർ മലയാളം എഴുതുക. ഞാൻ സ്റ്റെപ്പ് 2 ഒരുമിച്ച് എഴുതിയത് കാരണം എനിക്കിവിടെ സ്ഥലം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. 3ാമത്തെ ചോദ്യമാണ്. 13.5 kilograms of sugar is to be packed into bags with 2¼ kilogram sugar each. How many bags are needed? അതായത് 13.5 കിലോഗ്രാം പഞ്ചസാര 2¼ കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. എത്ര സഞ്ചികൾ വേണം? അപ്പൊ ഇവിടെ നോക്കാം. ആകെ പഞ്ചസാരയുടെ അളവ്, ടോട്ടൽ ഷുഗർ എത്രയാണ്? 13.5 കിലോഗ്രാം ആണ് വരുന്നത്. 13.5 കിലോഗ്രാം. ഇനി ഇവിടെ പറയുന്നത് ഒരു സഞ്ചിയിൽ കൊള്ളുന്ന പഞ്ചസാരയുടെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ എ ബാഗ് എത്രയാണ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞത്? 2/4. മിശ്രഭിന്നം തന്നാൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? ചേഞ്ച് ദ ഫ്രാക്ഷൻ, ഭിന്നം മാറ്റണം അല്ലേ? അപ്പൊ 13.5 നമുക്കൊന്ന് മാറ്റാം.
അതായത് 13 2 26 1 27/2. ഇവിടെയും നമുക്ക് മാറ്റി പോകാം. 24 8 1 9/4. ഇനി നോക്കാം. ഇനി ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് സഞ്ചികളുടെ എണ്ണം. നമ്പർ ഓഫ് ബാഗ്സ് ആർ നീഡഡ്. എത്ര സഞ്ചികൾ വേണം? അപ്പൊ ആകെയുള്ള പഞ്ചസാര ഇവിടെയുണ്ട്, ഒരു സഞ്ചിയിൽ കൊള്ളുന്ന പഞ്ചസാരയുണ്ട്. അപ്പൊ ആകെയുള്ള പഞ്ചസാരയുടെ അളവിനെ ഒരു സഞ്ചിയിൽ കൊള്ളുന്ന പഞ്ചസാരയുടെ അളവ് കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്കറിയാം 27/2 ഹരിക്കണം 9/4. കൂട്ടുകാരുടെ മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടാവും. എന്താണ് 27/2? അതുപോലെ അവിടെ ഇട്ടു. ഹരിക്കേണ്ട സംഖ്യ 9/4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അതുകൊണ്ട് തിരിച്ചെന്ത് ചെയ്യണം? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഇനി 27 ഗുണിക്കണം 4/2 ഗുണിക്കണം 9. ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിലേക്കും ന്യൂമറേറ്ററിലേക്കും നോക്കുക. എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി. അപ്പൊ ഇവിടെ നോക്കൂ, 2ഉം 4ഉം രണ്ടും ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യകളാണ്. കൂടാതെ 2 4-ൽ എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. ഇനി അടുത്തത് 9 കൊണ്ട് 27 അങ്ങോട്ട് വെട്ടിച്ചുരുക്കാം. 9 9-ൽ ഒരു പ്രാവശ്യം, 9 3 27. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 3ഉം 2ഉം കൂടി അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 3 ഗുണിക്കണം 2 സമയം എത്രയാണ്? 6 സഞ്ചികളാണ് വരിക. കൂട്ടുകാരെന്ത് ചെയ്യണം? സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് വേണം ആൻസർ എഴുതി വെക്കാൻ. അല്ലാതെ വെറുതെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി സ്റ്റെപ്പുകളൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, അടുത്തത് ഈസിയാണ്. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 22.5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് ഈസ് 3.75 സെന്റിമീറ്റേഴ്സ് ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? അതായത് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 22.5 ചതുരശ്ര സെന്റിമീറ്ററും അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 3.25 സെന്റിമീറ്ററുമാണ്. മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? അപ്പം ഇവിടെ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഞാൻ ഏരിയ എന്ന് എഴുതിയിട്ടുള്ളൂ. അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് തന്നിരിക്കുന്നത്? 22.5 സെന്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെന്റിമീറ്റർ. എന്നിട്ട് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അതായത് ലെങ്ത് ഓഫ് എ സൈഡ് എത്രയാണ് വരിക? സൈഡ് എന്ന് എഴുതിയാലും മതി, 3.25 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ പിന്നെ മാറ്റി എഴുതുക. 22 2 44 1 45/2. ഇവിടെ എത്രയാ വരിക? 4 3 12 3 15/4. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? മറ്റേ വശത്തിൻ്റെ നീളം അതർ സൈഡ് എന്ത് ചെയ്യണം? 45/2 ഹരിക്കണം 15/4. ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. 45/2 അതുപോലെ എഴുതുക, ഗുണിക്കണം. ഈ ചിഹ്നം മാറിയ ഉടൻ മറ്റേത് തലയും കുത്തി പറയും. അതായത് അംശം ഛേദമായും ഛേദം അംശമായും മാറും. അതായത് വിൽക്രമം 4/15. നോക്കൂ, 45 ഗുണിക്കണം 4/2 ഗുണിക്കണം 15. നമുക്കറിയാം ബന്ധങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ വേറെ മഷി കൊണ്ട് വെട്ടാം. ഈ 2 2-ൽ ഒരു പ്രാവശ്യം, 4-ൽ 2 പ്രാവശ്യം. 15ഉം 45ഉം നല്ലൊരു ബന്ധമാണ്. 15ഉം 15ഉം 30, 30ഉം 15ഉം 45. അതായത് 15 15-ൽ ഒരു പ്രാവശ്യം, 45-ൽ എത്രയാണ്? 3 പ്രാവശ്യം. അപ്പം എത്രയാണ് വരിക? 3 ഗുണിക്കണം 2 സമം 6 സെന്റിമീറ്റർ ആണ് വരിക. ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ 2 വശം തമ്മിൽ ഗുണിച്ചാൽ, നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ പരപ്പളവ് ലഭിച്ചിടും. നമുക്കൊന്ന് നോക്കാം. നീളവും മറ്റേ വീതിയും, സൈഡും അതർ സൈഡും.
അപ്പോൾ ഇവിടെ 3/4 പകരം നമ്മൾ എഴുതിയിട്ടുണ്ട് 15/4 ഗുണിക്കണം 6. ഇവിടെ നോക്കൂ, ഈ 4ഉം 6ഉം ഈവൻ നമ്പറാണ്. 2 കൊണ്ട് വെട്ടാം. 2 2 4 2 3 6. 15 3 എത്രയാണ് വരിക? 45/2. ഇത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ കിട്ടിയത്? അപ്പം നമ്മൾ ചെയ്ത കണക്ക് ശരിയാണല്ലേ? ഇതേപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞപ്പം നമ്മളൊന്ന് ചെക്ക് ചെയ്തപ്പം അത് കറക്റ്റ് ആണെന്ന് നമുക്ക് തന്നെ ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്തത് ലാസ്റ്റ് ചോദ്യം. ഹൗ മെനി പീസസ് ഈച്ച് ഓഫ് ലെങ്ത് 2.5 meters ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം റോപ്പ് ഓഫ് ലെങ്ത് 11.5 meters? ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ്? അതായത് 11.5 മീറ്റർ നീളമുള്ള കയറിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? മിച്ചം എത്ര മീറ്റർ ഉണ്ടാകും? അപ്പം ഇവിടെ 2 കാര്യം ചെയ്യണം. എത്ര കഷ്ണം മുറിച്ചെടുക്കാം പൂർണ്ണമായിട്ട്, അതുകൂടാതെ മിച്ചവും നമ്മൾ എഴുതേണ്ടതുണ്ട്, കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം എഴുതാം. കയറിൻ്റെ നീളം, ലെങ്ത് ഓഫ് റോപ്പ് എത്രയാണ് വരുന്നത്? 11.5 meter അല്ലേ? 11.5 meter ആണ് വരുന്നത്. ഇനി അടുത്തത് ഒരു കഷ്ണത്തിൻ്റെ നീളം ഇവിടെ തന്നിട്ടുണ്ട് 2.5 meter. ലെങ്ത് ഓഫ് ഈച്ച് പീസ് 2.5 meter. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനക്കണക്കാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 11.5-ൽ നിന്ന് എത്ര 2.5 മുറിച്ചെടുക്കാനുണ്ടാവും? 10-ൽ നിന്ന് നമുക്ക് 4 2.5 മുറിച്ചെടുക്കാം അല്ലേ? 2.5 2.5 5 പിന്നെ 5 5 10. അപ്പൊ 10-ൽ നിന്ന് 4 കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ബാക്കി റിമൈനിങ് പാർട്ട് മിച്ചം വരുന്ന എത്രയാണ്? 1.5 meter. നമ്മുടെ കണക്ക് കഴിഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ ചെയ്ത രീതിയിലും നമുക്കൊന്ന് നോക്കാം. 11.5 എന്ന് പറയുമ്പോൾ 11 2 22 1 23/2. ഇവിടെ ഈ 2 4 1 5/2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 23/2 നോക്ക്, നമുക്ക് നമ്പർ ഓഫ് പീസസ് ആണ് കിട്ടേണ്ടത്. 23/2 5/2 കൊണ്ട് ഹരിക്കുക. അതായത് 23/2 ഗുണിക്കണം 2/5. ഇവിടെ നോക്കൂ, 23 ഗുണിക്കണം 2/2 ഗുണിക്കണം 5. ഇത് രണ്ടും വെട്ടിപ്പോയി. ബാക്കി എന്താണ് വരുന്നത്? 23/5 ആണ്. അപ്പൊ 23-ൽ 5 എത്ര പ്രാവശ്യം പോവും? 4 4 5 20 ബാക്കി എത്രയാണ്? 5/3 ഭാഗം. അതായത് അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, 2.5 മീറ്റർ നീളമുള്ള 4 കഷ്ണങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം. കൂടാതെ ഈ 2.5-യുടെ 5/3 ഭാഗം, 2.5-യുടെ 5/3 ഭാഗം 3/5 പാർട്ട് ഓഫ് 2.5. അപ്പൊ ഇവിടെ നമുക്ക് 2.5 നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. ഈ 2 4 1 5/2 ഇൻറ്റു ഇതിൻ്റെ 5/3 ഭാഗം. അപ്പൊ 5/3 ഭാഗം എന്ന് പറയുമ്പോൾ 5 ഗുണിക്കണം 3/2 ഗുണിക്കണം 5. ഈ 5ഉം ക്യാൻസലായി പോവില്ലേ? ബാക്കി എത്രയാണ് വരുന്നത്? 3/2. 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5. മനസ്സിലായില്ലേ? 2.5 മീറ്റർ വീതം 4 കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ബാക്കി 2.5-യുടെ 5/3 ഭാഗം, 2.5-യുടെ 5/3 ഭാഗം എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നല്ല എളുപ്പമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഗണിതത്തെ സമീപിക്കേണ്ടത് അത് നമ്മൾ പഠിച്ചാൽ മതി. പിന്നെ നമുക്കൊക്കെ ഈസിയാണ്. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ക്രിയകളൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തി. ഇതോ മനക്കണക്കായിട്ട് നമ്മൾ കണ്ടെത്തി. വിപരീത ഭിന്നങ്ങൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ ചെയ്തത്. ആ പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഇതോടുകൂടെ തീർന്നു. ഇനി നിങ്ങളുടെ പണിയാണ്. എൻ്റെ പണി ഞാൻ തീർത്തു. നിങ്ങൾ പഠിക്കുക എന്നാണ് നിങ്ങളുടെ പണി. എക്സാമൊക്കെ വരികയാണ്. നന്നായിട്ട് റിവിഷൻ ചെയ്തോളാം.
ഈ 4 പാഠമാണ് പരീക്ഷയ്ക്കുള്ളത്. അടുത്ത പാഠഭാഗവും ഈ മാസം എടുക്കേണ്ടത് തന്നെയാണ്, പക്ഷെ എക്സാമിന് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.